കുട്ടികളെയും വയസ്സായവരെയും പെണ്ണുങ്ങളെയും യൂത്തിനെ എല്ലാം അട്രാക്റ്റ് ചെയ്തൊരു പടമാണ് മമ്മൂട്ടിയുടെ. നിങ്ങൾ ഓർമ്മയുണ്ടോ ഏത് പടമാണെന്ന് പറയാം. അപ്പോൾ ഈ തരുമൂർത്തി എന്ന പടത്തിൽ ഉഗ്രൻ റോളാണ്. ത്രൂ ഔട്ട് മോഹൻലാലിനോട് വരുന്ന റോളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. മോഹൻലാൽ എന്ന് പറഞ്ഞ മോഹൻലാൽ 13 വർഷം സാറിന് എന്നെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അന്ന് ഇറങ്ങിയ പടം പഴശ്ശിരാജയാണ്. അതിനകത്ത് 1000 പടന്മാരുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്കൊരു വേഷം തരായിരുന്നു. സിനിമയിലേക്ക് ഒരു എല്ലാം ആയത് മണിയമ്പിള്ള എന്നുള്ള സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ച ആ കഥാപാത്രത്തിൻ്റെ പേരും കൂടെ എൻ്റെ കൂടെ വന്നു. 10:30 മണി. ഇവർക്ക് 12 കഴിഞ്ഞല്ലേ ഇറങ്ങാൻ ടൈം. എന്താണ് ഇത്? നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു. 3 ഇല്ല കേട്ടോ, 2.5 അതിഥികൾ. അങ്ങനെ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് നമ്മുടെ ഗു? എങ്ങനെയുണ്ട്? ഗു ഒരു ഹൊറർ ഫാന്റസി. ഗുമ്മായിരിക്കും. അടിപൊളിയായിരിക്കും. അപ്പോൾ മെയ് 17 വരെയാണ് തിയേറ്ററുകളിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും പോയി കാണണം. രണ്ടുപേരും വീണ്ടും ഒന്നിച്ചല്ലേ? യെസ്. മലയാളത്തിന് ശേഷം അതാണ് അതിനകത്ത് അല്ലേ? അതുപോലെ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഇനി ഇറങ്ങുമ്പോൾ ദേവനന്ദ വേറെ രീതിക്ക് ഗു എന്ന രീതിയിൽ അറിയപ്പെടൂലേ? അതല്ലേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത? ഒരു പറയാനും വേണ്ടി ഒന്നും പറഞ്ഞു വിട്ടൊക്കെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അടുത്ത് നിന്നിട്ട് ഒന്നും കഥ പറയല്ലെന്നല്ലേ? അല്ലേ? അതൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സ്പോണ്ടേനിയസ് ആണ്. നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ഇത് സിനിമയ്ക്ക് അപ്പുറമുള്ള സബ്ജക്റ്റ് വെച്ചാലും കുട്ടി പറയും. അതെ, എനിക്ക് പേടി അവളോട് ചോദിക്കാൻ. എന്നെ വെള്ളം കുടിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് തന്നെ എടുത്തത്. എന്തായാലും നല്ലൊരു സിനിമ ചേട്ടാ അല്ലേ? ആയിരിക്കും. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേരും നിന്നൊരു സംസാരം ലോക വൈറലായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അമ്മയുടെ മീറ്റിംഗിൽ. ഞാനത് ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ നേരിൽ നിന്നതാണ്. അല്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത പടത്തിലെ നായകനാണെന്നാണ് ഇദ്ദേഹത്തിനെ ചൂണ്ടിക്കാണി. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതും കൂടെ പറഞ്ഞിട്ട് പോ. ചോദിച്ചു ഒന്നും കൂടെ വാങ്ങിയിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്ത് മറന്നു പോകാണ് രാജേട്ടൻ? ഞാൻ ഏതാ പടം ചോദിച്ചപ്പോൾ മനു ചെയ്യുന്ന പടം ഗു. അടുത്തവൻ പറയാ ദേവനന്ദയാണ് മെയിൻ റോളെന്ന്. അടുത്തവൻ പറയാ അതെനിക്ക് ഓർമ്മയില്ല. അതാണ് ഏറിൽ നിർത്തി. അപ്പൊ ഞാൻ എനിക്ക് റോളുണ്ടോ? കാണാൻ കൊള്ളാന്നവർക്ക് റോളുള്ളൂ പറഞ്ഞു. അത് ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാണ്. അതെ, ഞാൻ ഏറിൽ നിന്ന് കാര്യം പറഞ്ഞല്ലേ? നമ്മളത് ഉൾക്കൊണ്ട് പോയോണ്ട് നല്ല രസം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളത് എൻജോയ് ചെയ്തു. പക്ഷെ ഒരുപാട് പേര് ബോഡി ഷേമിങ്, മണിയമ്പിളാജു അങ്ങനെ പറയാമോ? നമ്മളതുകൊണ്ട് അടുപ്പവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നുണ്ട് പറഞ്ഞാണ്. പക്ഷെ അത് വേറെ ചിലർക്ക് കൊണ്ടിട്ട് അതൊരു ബോഡി ഷേമിങ് ആണ്, അങ്ങനെ മണിയമ്പിളാജു പറയാമോ? ഒരുമാതിരി കാണാൻ കൊള്ളാവുന്നവർക്കല്ല ഇതിനകത്ത് വേഷം കൊള്ളുന്ന തമാശ പറഞ്ഞില്ലേ? അത് ഫീൽ ചെയ്ത ഇദ്ദേഹത്തിന്റെ കൊച്ചച്ഛനും അമ്മയ്ക്കും അച്ഛനും ഫീൽ ചെയ്ത് വേറെ ചില നമ്മുടെ വീട്ടിൽ അങ്ങനെ ഫീലിംഗ് അല്ല. കാരണം അതിങ്ങനെ എഴുതുന്നോണ്ട് നമ്മൾ ഭയങ്കര രസം എഴുതിയില്ലേ നമുക്ക് പ്രശ്നം. അതാണ് കറക്റ്റ്. അതിപ്പോ ഓർമ്മയില്ല. അപ്പൊ ഒന്ന് ഓർമ്മിക്കാതെ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഭയങ്കര ആശ്വാസനാണ് കേട്ടോ. അടുത്ത അന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അടുത്ത അമ്മയുടെ മീറ്റിംഗ് വരാൻ പോവാണ് അടുത്ത ജൂണില്. അപ്പൊ കറക്റ്റ് ആണിത്. ശരിയാ. കറക്റ്റ് 1 വർഷം കൊണ്ട് പടം ഇറങ്ങണം. അന്ന് പറഞ്ഞതേ ഉള്ളൂ, ഷൂട്ട് തുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ മെമ്പറെ സമ്മതിക്കാം. എത്രയോ പടങ്ങളിൽ നിങ്ങൾ പോയി ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചില്ല, ഞാൻ മറന്നിരിക്കുകയാണ്. ശരി, അതാണ് നമ്മളൊരു ഓർമ്മ. അത് മാത്രമേ ഉള്ളൂ. ഓർമ്മശക്തി മാത്രമേ ഉള്ളൂ. ഓർമ്മയ്ക്കായി പറയൂ, സിനിമയിലേക്ക് പോവാം. നല്ലൊരു സബ്ജക്റ്റ് കേട്ടു. അതെ, രാജേട്ടൻ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നു. എന്താണ് ഈ സബ്ജക്റ്റ് ഇത്തരം ഒരു കഥയിലേക്ക് വരാൻ രാജേട്ടൻ ചെയ്ത സിനിമകളൊക്കെ വേറെ ടൈപ്പാണ്. അങ്ങനെയല്ല, ഞാൻ മനുവിന് വെച്ച് വേറൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ദിവസം പറഞ്ഞു നമുക്കൊന്ന് ഈ മാളികപ്പുറം പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പടം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ വെളിയിറങ്ങിയിട്ട് മനുവിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ കുട്ടിയെ ഹീറോ ആക്കിയിട്ടൊരു സിനിമ എടുത്താൽ അത് സൂപ്പറായിട്ട് ഹിറ്റാവും. മാത്രമല്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, TK രാജീവ്കുമാരൻ പറഞ്ഞു ഇപ്പോഴത്തെ സമയത്ത് മഞ്ജു വാര്യർ വെച്ചൊരു സിനിമ എടുക്കണം, മഞ്ജു വാര്യരെ ഹീറോ ആക്കിയിട്ടുണ്ട്. അതിനെന്താ? ഉടനെ തന്നെ പുള്ളി കസേര നീങ്ങിയിരുന്നിട്ട് കുട്ടനാട് ഒരു വള്ളത്തിൽ വരുന്ന മഞ്ജു വാര്യർ പുള്ളിയുടെ കയ്യിലുണ്ട്, കഥയുണ്ട്. അങ്ങനെയാണ് ആ പടം സംഭവിച്ചത്. അങ്ങനെ ആണ് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ നിരഞ്ജ് വിളിക്കുകയാണ്. കോഴിക്കോട് വെച്ച് മനു ഒരു കഥ പറഞ്ഞു,
സൂപ്പർ സബ്ജക്റ്റാണ്, അച്ഛൻ ഒന്ന് കേൾക്കണം, ഹൊററാണ്. അപ്പോൾ ഞാൻ വെച്ചു ഇവർ യൂത്തിൻ്റെ ആൾക്കാരാണല്ലോ നിരഞ്ജയൊക്കെ, ഒരിക്കലും യക്ഷി പ്രേതം ഭൂതത്തിലൊന്നും അവന്മാരൊന്നും വിടില്ല, പോകില്ല, വേറെ എന്തെങ്കിലും കാണുമെന്ന് മനസ്സിലായി. അങ്ങനെ വിളിച്ച് വരുത്തി കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒരു 10-18 പേരത്തി കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാതെ വൃത്തിയായിട്ട് വെടിപ്പൊത്ത് പറയാനും അറിയാം മനുവിന്. ഒരാൾ പോലും ഇതിനൊരു നെഗറ്റീവ് ഇത് എടുക്കരുത്, ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദേവനന്ദയെ കാണണം. ദേവനന്ദയെ കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. ദേവനന്ദ നോ പറഞ്ഞ സിനിമയില്ല, അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകണം. പിന്നെ ഒരു സിനിമയാണ്, അതിനകത്തൊരു നായകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ആദ്യം ഇദ്ദേഹത്തിനെ പോയി കാണാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്, കുട്ടിയല്ലേ ഹീറോ, നമുക്ക് കുട്ടിയുടെ അച്ഛനായിട്ട് മാളികപ്പുറത്തിലും വന്നതല്ലേ എന്നൊക്കെ പറയും, ഒഴിവാക്കാൻ. പക്ഷെ ചെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വം പുള്ളി സമ്മതിച്ചു. പുള്ളി നോ പറഞ്ഞാലും ഈ സിനിമയില്ല. അങ്ങനെ 2 എസ് വന്നപ്പോൾ തന്നെ നമ്മൾ കടന്നു കഴിഞ്ഞു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ന്യൂജൻ ഒരു കഥ പറഞ്ഞപ്പോൾ അത് മോൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പെട്ടെന്ന് അല്ലേ? അല്ല, ഞാൻ ഒരുപാട് ഒരു കഥ കേൾക്കാറില്ല. എന്താ പറയുക, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ നിങ്ങളൊന്നൊരു കഥ പറയുന്നു, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തോ പൃഥ്വിരാജിൻ്റെ അടുത്തോ മോഹൻലാലിൻ്റെ മോട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം നടക്കില്ല. അപ്പോൾ അയാളുടെ എൻ്റെയും സമയം എനർജിയും വേസ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കഥയുണ്ടോ, ആരാണ് ഹീറോ? സാർ അത് പൃഥ്വിരാജാണ്. നിങ്ങൾ പോയി കഥ പറഞ്ഞ് അയാൾ ഓക്കെ പറയണമെങ്കിൽ ഞാൻ തിങ്കളാഴ്ച അഡ്വാൻസ് കൊടുക്കാം. എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ അവിടെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊള്ളൂല ചേട്ടാ എന്ന് കേൾക്കാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ നിരഞ്ജി ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആലോചിച്ചു, അവനാണെങ്കിൽ എല്ലാ സബ്ജക്റ്റ് പറയുമ്പോഴും ഇത് കൊള്ളൂല്ല എന്നൊക്കെ പറയുന്ന ആളാണ്. അച്ഛനെ ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞല്ലേ, പഴയ ആളെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇത് പറഞ്ഞ പിന്നെ തോന്നി, അങ്ങനെയാണ് കഥ കേട്ടത്. കേട്ടോ, നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. തീർച്ചയായിട്ടും സിനിമ കണ്ടാണ് ഈ പ്രേക്ഷകർ പറയേണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നായകൻ, ഒരു നായിക, അത് മാളികപ്പുറത്തിൽ നമ്മളുണ്ട് അച്ഛൻ മോൾ ബന്ധം. ഇതെങ്ങനെയാണെന്ന് സിനിമ കണ്ട് അങ്ങനെ ആയിരിക്കാം അച്ഛൻ മോൾ ബന്ധം. തുറന്ന് പറഞ്ഞേക്കാം, ഇതിലും അച്ഛനും മോളും തന്നെ എന്നാ അങ്ങനെ പറഞ്ഞേക്കാം, അച്ഛനും മോളുടെ ബന്ധം. പക്ഷെ അത്തരമൊരു സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം രാജേട്ടൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ വീണ്ടും ഞാൻ അങ്ങനെ ഒരു വേഷത്തിലേക്ക് വരണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. ഞങ്ങൾ രണ്ടും വീണ്ടും ഒന്നിക്കുന്നു, അങ്ങനെ ആയിരിക്കുമല്ലോ മിക്കവാറും. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി മാറാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, ഞാനിപ്പം ദൈവൻ്റെ മാത്രമല്ല, ഞാൻ പല കുട്ടികളുടെയും ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മാളികപ്പുറം പോലത്തെ ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇപ്പോൾ നമുക്ക് ഈ വർഷം, കഴിഞ്ഞ വർഷം, ഈ വർഷമൊക്കെ ആയിട്ട് നമുക്ക് തുരുതുര നമ്മൾ 100 കോടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എന്താണ് നമ്മൾ 100 കോടി ആയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോക്കൊന്നുമില്ല. പക്ഷേ മാളികപ്പുറം വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു സംഭവമായിരുന്നു മലയാളത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു, അത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നാച്ചുറലി അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു അച്ഛനും മകളും തന്നെയാണ്, ബന്ധമൊന്നും തന്നെയാണ്. ബട്ട് ഇത് നമ്മൾ വേറൊരു ബാക്ക് ഡ്രോപ്പിലാണല്ലോ പറയുന്നത്. പിന്നെ ഇതിനകത്ത് എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത്, അപ്പോൾ രാജചേട്ടനാണ് എന്നെ ഏറ്റവും അധികം വിളിക്കുന്നത്. രാജചേട്ടൻ എന്നെ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിലെ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ ബാനറിൽ വരുന്ന പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ ഓട്ട ആയാലും വെള്ളാനകളുടെ നാടായാലും ഇതൊക്കെ നമ്മൾ നിരന്തരം ഇപ്പോഴും ടി വി വരുമ്പോഴത്തേക്കും ആൾക്കാർ കാണുന്ന സിനിമകളാണ്. അപ്പോൾ ആ ഒരു ബാനറിൽ എന്നെ ആദ്യമായിട്ട് വിളിക്കുവാണ്. അപ്പോൾ ഞാൻ സിനിമ വന്നതിന് ശേഷവും രാജചേട്ടൻ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ഭാഗമല്ല, എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിളിക്കുമ്പോഴത്തേക്കും നാച്ചുറലി ആ ഒരു ഇതുണ്ട്. പിന്നെ അതിനുശേഷം അപ്പോൾ ദേവനന്ദയെന്ന് രാജചേട്ടൻ പറഞ്ഞു, അച്ഛനും മകളുടെ വേഷം എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ കഥ കേൾക്കുക, കഥാപാത്രം കേൾക്കുക. അപ്പോൾ കഥാപാത്രം വീണ്ടും ഞാനിപ്പം മാളികപ്പുറത്തിൽ എന്താണ് ഞാൻ ഇപ്പം മരിക്കുവാണ്, എന്നിട്ട് പിന്നെ മോക്ക് പിന്നെ അത് പ്രശ്നമാകുന്നു, അങ്ങനെയൊക്കെ ഒരു ഇതാണെങ്കിൽ ചിലപ്പോൾ അത് റിപ്പീറ്റേഷൻ ആവും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചു. അതായത് അതെ അതെ അതെ. അപ്പം മനു വന്ന് കഥ പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു ഫാന്റസി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഹൊറർ പടം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഒരു ഭൂതകാലമാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ പടം ഞാൻ ചെയ്തിരിക്കണമെന്ന് പറയാം. പക്ഷെ അതല്ലാണ്ട് ഇതിപ്പം ഭൂതകാലത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പും അല്ല, ഇതൊരു വേറെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നതാണ്. അപ്പം കഥയോടനെ ഇഷ്ടപ്പെട്ടു. ഒരു 15-20 മിനിറ്റിലാണ് മനു എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ രാജചേട്ടനെ വിളിച്ചു, ഐ എം ഇൻ എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ 50% ഓൾറെഡി ഇന്നായിരുന്നു. അപ്പം റെഡി, ബാക്കിയിലൊക്കെ ഒരു സംഭവമാണ്. ഡെഫിനറ്റ്ലി. പിന്നെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാള് നിരഞ്ജ്, നിരഞ്ജിന്റെ അച്ഛനാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ കാശ് പോകല്ലെന്ന് ഉറപ്പായിട്ടൊരു പകരം കാണുമല്ലോ ആ ഒരു ചിന്ത. അപ്പം നിരഞ്ജ് അത് ഗ്രീൻ സിഗ്നലിൽ കാണിച്ചുകൊണ്ടാണ് രാജചേട്ടൻ്റെ അടുത്തേക്ക് എത്തിയത്. സോ അപ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സാണ്. പിന്നെ ഇതെല്ലാം ഫാക്ടേഴ്സാണ്. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതെല്ലാം ഓക്കെ. പിന്നെ ബാക്കിയൊക്കെ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ബോക്സ് ഓഫീസിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ടീമിനൊരു വിശ്വാസമുണ്ട്, ഈ പടം ഉറപ്പായിട്ടും
ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾ കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അതാണ് ഏറ്റവും വലിയൊരു വിജയം. അങ്ങനെ ഉണ്ടാകുന്ന സിനിമയ്ക്ക് കൂടുതൽ വിജയം ഉണ്ടാവും. നമ്മൾ തള്ളാനൊന്നുമില്ല. ഇല്ല, എവിടെ കയറി അടിക്കുന്നു നമ്മൾ പറയാനില്ല. അത് പ്രേക്ഷകർ തീരുമാനിച്ചോളൂ. അല്ലേ രാജേട്ടാ? അതെ, ഞാൻ വേറെ നാലേക്കാണ് ഇപ്പം എല്ലാത്തരം, അതായത് കുട്ടികളെയും വയസ്സായവരെയും പെണ്ണുങ്ങളെയും യൂത്തിനെയും എല്ലാം അട്രാക്റ്റ് ചെയ്തൊരു പടമാണ് മമ്മൂട്ടിയുടെ. നിങ്ങൾ ഓർമ്മയുണ്ടോ ഏത് പടമാണെന്ന് പറയും? അനന്തപുരത്തിൻ്റെ ഓപ്പോസിഷൻ ക്ലൂ തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ്, ഭയങ്കര ഹിറ്റുമാണ് മലയാളത്തിൽ. ഒരു വരവൂടെ വരേണ്ടി വരും. രാജമാണിക്യം മമ്മൂട്ടി സിനിമയില്ലേ? ഞാൻ പറഞ്ഞ അപ്പോൾ സിനിമയുടെ കഥയും തന്ത്രങ്ങളൊന്നുമല്ല, ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓഡിയൻസിൽ കുട്ടികൾ തൊട്ട് വയസ്സായവർ, പെണ്ണുങ്ങൾ, യൂത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എൻ്റർടൈനായിരുന്നു. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം എല്ലാ പ്രായക്കാർക്കും, കുട്ടികളുടെ കുറേ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇതിനകത്ത് കാര്യങ്ങളെങ്കിലും എല്ലാ തരക്കാരും ഒന്നിരുന്നുണ്ടല്ലോ 1 മിനിറ്റ് ബോറടിക്കാതെ കാണുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ കാശ് പോകും, അല്ലെങ്കിൽ ഇത് കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് കൈ വയ്ക്കില്ല. എൻ്റെ പടങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാണ്ട് എല്ലാം ഹിറ്റാണ് ഓൾമോസ്റ്റ്. ഏതെങ്കിലും 1-2 പടങ്ങളെ മോശമായിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉള്ള നമ്മുടെ ജഡ്ജ്മെൻറ്റ് പലരെയും ഞാൻ എടുത്തതായിട്ട് ഡിസിഷൻ എടുക്കില്ല. എൻ്റെ മക്കളെ മൂത്ത മോനെയും വൈഫിനെയും ഒക്കെ ഞാൻ ഇത് കേൾപ്പിച്ചു. എൻ്റെ വൈഫിനെ കേൾപ്പിച്ചു. നമുക്ക് പരിചയമുള്ള ഫ്രണ്ട് സർക്കിൾ പല ഏജിലുള്ള ആൾക്കാരുമായിട്ട്. പിന്നെ മനുവിന് സ്ക്രിപ്റ്റ് നോക്കണ്ട, അല്ലാതെ തന്നെ കാണാതെ കൃത്യമായിട്ട് പറയും ഡയറക്ടർ. കാര്യം അതൊരു നല്ല കാര്യമാണ് എപ്പോഴും ഒരു ഡയറക്ടർ റൈറ്റർ ആവുന്നത്. വേറൊരാളുടെ കഥ ഇയാൾ പറയുമ്പോൾ ശരിയാവില്ല. ഇത് അങ്ങനെ പറഞ്ഞ് ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത് കുഴപ്പമാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പേടിച്ചു. ഇത് എല്ലാവരുടെയും ഒരു ഇതുണ്ട്. പിന്നെ നമുക്കെന്താ പറയുക, ഒരു ദൈവാധീനമുണ്ട് ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും. തമിഴിൽ നിന്ന് റൈറ്റ്സിന് വേണ്ടിയൊക്കെ തെലുങ്കിനൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ദേവനന്ദൻ പറഞ്ഞു, ഇത് ലക്ഷ്മി കടാക്ഷമുള്ള പെണ്ണ് സാർ, പെരിയ ശ്രീദേവിമാരി വരേണ്ട ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞ നാളത്തെ മഞ്ജു വാര്യരാണെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അച്ഛനോട് പറയണ വൈകുന്നേരം 2 ബിരിയാണി അത് പറയില്ല, എന്നെ അച്ഛൻ പൈസ കിട്ടും. ചുമ്മാ നിങ്ങളിരിക്കും, അടുത്ത പടത്തിന് ഡബിൾ പൈസ വയ്ക്കും. അച്ഛനാണല്ലോ തീരുമാനിക്കണത്. അതെ. അല്ല, മോള് അച്ഛൻ കഥ കേട്ടു മോളുടെ അടുത്ത് പറഞ്ഞില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പം നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണെന്ന് കയറിയപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നല്ലോ മോൾ അന്നത്തെ ദിവസം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? പറയൂ, ആ ഒരു കാര്യം ഒന്ന് പറയും. മനുചേട്ടൻ വീട്ടിൽ വന്നു, കഥ പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ നേരത്തെ കടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടാക്കാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് സൈജു അങ്കിളും ഞാനും പിന്നെയും അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ അച്ഛൻ ഒരു കുഞ്ഞ് ലൈൻ പറഞ്ഞു, ഒരു കുഞ്ഞ് ബേസിക് ത്രെഡ് പറഞ്ഞു തന്നതിൻ്റെ. അപ്പം എനിക്ക് ഇഷ്ടമായി. പിന്നെ ഷൂട്ടിങ് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ പ്രായമുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കസിൻസ് ആയിട്ടായിരുന്നു അഭിനയിച്ചത്. അതും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കായാലും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ രസമായിരുന്നു. പിന്നെ നിരഞ്ജൻ ചേട്ടൻ ഞങ്ങളുടെ ചെറിയച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഞങ്ങൾ ചെറിയെന്നാണ് ഷോർട്ട് ഫോം ആക്കി വിളിക്കുന്നത് സിനിമയിൽ. അപ്പോൾ ചെറിയും കൂടി ഉണ്ടാവും. പിന്നെ നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഊണോ കളിക്കും. ഭയങ്കര രസമായിരുന്നു. ഈ അങ്കിളിനെ എന്താ വിളിച്ചോണ്ടിരുന്നത്? അങ്കിളിനെ മണിയമ്പരാജ് അങ്കിൾ. അങ്ങനെ തന്നെ നല്ലതായിട്ട് കളിച്ചത്. ഊണ് കഴിക്കുന്നല്ല പറഞ്ഞു, യൂണോ കളിക്കുന്നതാണ് പറഞ്ഞു. തെറ്റിദ്ധരിക്കുന്നത്. ഇവരുടെ ഒരു കളിയുണ്ട്, കാർഡ്സ് വെച്ചിട്ട് പിള്ളേർക്ക് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ആരുടെ കാർഡ് തീരുന്ന അവർ ജയിക്കുന്ന അങ്ങനെ ഒരു കളിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വലിയ ടേബിൾ ഉണ്ടാവും, എല്ലാവരും ഇങ്ങനെ ചുറ്റിനിരിക്കും, എന്നിട്ട് ഓരോരോ കാർഡൊക്കെ ഇട്ട് കളിക്കും. ഈ വേറെ തമാശ ഉണ്ട്, ഉറപ്പടത്തി അഭിനയിച്ച കുട്ടിയാണ്. ഇവർക്കറിയില്ലോ ബാക്കി സീനുകൾ സിംബങ്ങൾ എന്താ സംഭവിക്കുന്നത്. ഈ പടം കാണിച്ച് 5 പ്രാവശ്യം പേടിച്ചു അതിനകത്ത്. അതല്ലേ നമ്മൾ ചെയ്തത് മാത്രം നമുക്ക് ഓർമ്മ. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അല്ലേ ഇതൊക്കെ ആയിരുന്നു. നമുക്കാകെ കുറച്ചേ അറിയുള്ളൂ. അപ്പൊ സിനിമ പോയി കാണുമ്പോ പിന്നെയും പേടിച്ചു. ഇപ്പൊ ചില സീൻസ് തിയേറ്ററിൽ പേടിച്ച സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു, ഫുൾ അവരത് ചെയ്യുന്നത് കണ്ടു, നമ്മളെല്ലാം കണ്ടു ഒന്നിച്ച് അവിടെ ഇരുന്നിട്ട്. അപ്പൊ പേടിച്ചില്ല, പക്ഷെ പിന്നെ തിയേറ്ററിൽ വന്നപ്പോ പേടിച്ചു അല്ലേ? അച്ഛന്റെ വേഷങ്ങൾ കണ്ടിട്ട് പേടിച്ചോ? ഞാൻ എങ്ങനെയാണ് അത് പറയുന്നത്? അതെല്ലാരും വന്ന് കാണണ്ടേ? വിട്ടിക്കളഞ്ഞേക്കാം. അതെയോ? അതെല്ലാരും തിയേറ്ററിൽ വന്ന് കാണണ്ടേ? ഇപ്പൊ ആരാണ് പേടിപ്പിക്കുന്നത്, ആരാണ് നല്ലതെന്ന് ഇപ്പം പറയണ്ടല്ലോ. അങ്ങനെ കണ്ടാ പേടിച്ചോളും, പിന്നെ കുഴപ്പമില്ല. പേടിപ്പിക്കുന്ന രൂപമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ താടിയൊക്കെ നിറച്ച്. തിയേറ്ററിൽ പേടിപ്പിച്ചില്ല. ഞാൻ ഒരു സൈഡിൽ കൂടെ ഇരട്ടത്ത് വന്നിട്ട് ആൾക്കാരെ മുമ്പ് ഞാൻ പേടിപ്പിക്കും. അങ്ങനെയെങ്കിലും നമ്മൾ പേടിച്ചില്ല. അവര് പേടിക്കുന്ന ടിക്കറ്റ് എടുത്ത് കയറി. ഇത് തിയേറ്റർ റെസ്റ്റോറൻറ്റ് പേടിച്ചില്ലെങ്കിൽ ഞാൻ തലവഴി മാസ്ക് ഒക്കെ ഇട്ടൊന്ന് പേടിപ്പിക്കും. അതിനെ കൂടുതലൊന്നും പറയാനില്ല. അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, എല്ലാവർക്കും കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇതായിരിക്കും. പിന്നെ എന്നെ ചുവന്നോണ്ട് പോകേണ്ടി വരും കേട്ടോ. അല്ല, ഈ
ഹൊറർ മൂവികൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടല്ലേ? നമ്മൾ ഹൊറർ മൂവി, പണ്ടത്തെ ഹൊറർ മൂവിയൊക്കെ നമ്മൾ ഒരു വൈറ്റും ഇട്ട് വരുന്ന ഹൊറർ മൂവി അല്ലേ? അതാണല്ലോ നമ്മുടെ പ്രേതം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വെള്ളിയാഴ്ച ഒരു വേറൊരു ശബ്ദം, ലാസ്റ്റ് പല്ല് ഉന്തി വരുന്നു. അതൊക്കെയാണ് പണ്ട് കാലങ്ങളിലുള്ളത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമായിരിക്കും ഈ സിനിമയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വരുമ്പോൾ അത് വേറെ രീതിക്ക് ആ ഒരു ചേഞ്ച് ആൾക്കാർ ഇഷ്ടപ്പെടും. ഉദാഹരണം ഞാനൊക്കെ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് അന്ന് റോഡ് ട്രാഫിക് ബ്ലോക്കാണ്. നമ്മൾ നോക്കിയ ഒരു പുതിയ പടം വന്നിരുന്നു, നോക്കിയപ്പോൾ എക്സോർസിസ്റ്റ്. അപ്പോൾ ആ പടം കാണണം എന്ന് പറയും. അന്നത്തെ കാലത്ത് ഞാൻ 76 കാലഘട്ടത്തിലാണ് മല്ലികയും ഞാൻ, ക്യാമറമാൻ ഹേമേന്ദ്രൻ, കനകദുർഗ എല്ലാവരും കൂടെ അന്ന് ഞാൻ ഉമ്മാലോചിച്ച ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഏതെങ്കിലും ദിവസം രാവിലെ ഇറങ്ങിയിട്ട് രാവിലെ ഒരു സിനിമ ഉണ്ട്, മല്ലികയാണ് എല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട്. ഉച്ചയ്ക്ക് പോകുന്നു, നമുക്ക് നിവൃത്തിയില്ല. വൈകുന്നേരത്തെ കാപ്പി, രാത്രിത്തെ ഫുഡ്, സെക്കൻഡ് ഷോ എക്സോസിസ്റ്റ് കാണുന്നു. എനിക്ക് തിരിച്ച് ലോഡ്ജിൽ പോകാൻ വയ്യ, പേടിയാണ്. അവസാനം ഇവരെ വീട്ടിൻ്റെ വരാന്തയിൽ അത്തൊരു ഹാളിൽ നിന്ന് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് പേടിയാണ്. അവിടെ തന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു, പേടിച്ചു പോയി. അപ്പം പേടി എല്ലാവർക്കും പേടിയാണെങ്കിലും ഇത് കാണാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സിനിമ വന്നപ്പോഴാണ് ഓമൻ എന്നൊരു പടം റിലീസായത്. അപ്പോൾ മദ്രാസിൽ ഓമൻ OME എന്ന് ഒട്ടിച്ചപ്പോൾ ഞാൻ സ്വാമേട്ടൻ്റെ പേരിലൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. സോമേട്ടൻ കേട്ട് അതങ്ങനെ നമ്മൾ കള്ളം പറയില്ല ചേട്ടാ. ഓമൻ എന്നുള്ള പടത്തിൽ സോമേട്ടൻ തന്നെ രാത്രി യെസ് കൊണ്ട് ഒട്ടിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ സോമനായി അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഹൊറർ പടമാണ്. ഇപ്പം ഞാൻ പറയും എല്ലാവരും നമ്മൾ പറയുന്നുണ്ട്, ആൾക്കാർ എനിക്ക് പേടിയൊന്നുമില്ലെന്ന് പറയും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊരു ഹോണ്ടഡ് ഹൗസിലോ ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താണ് എൻ്റെ പൂട്ട് മുറിച്ചിരിക്കുന്നത്? ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ ചോദിച്ചു, എന്താ പൂട്ട്? അല്ല സാർ, അത് ഇങ്ങനെ സ്റ്റക്കായി. ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമല്ലോ, എനിക്ക് ടെൻഷൻ. കുറേ കഴിഞ്ഞ് ഞാൻ വിളിച്ച് റിസപ്ഷനിൽ വേറെ ചോദിച്ചു, മറ്റേ 406 സംഭവം പൂട്ടു. ആ സാർ, അത് അന്ന് അവിടെ ഒരു ആത്മഹത്യ കിടന്നില്ലേ, ഒരാളെ കൊന്ന്. അയ്യോ, ആ മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്, ഞാൻ അവിടെ കിടക്കില്ല. ഇതൊക്കെ അന്ധവിശ്വാസം, രാജുവിന് പേടി എന്നൊക്കെ ആൾക്കാർ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് ഒരു കാട്ടിനകത്തൊരു സ്ഥലത്ത് സാർ ആരുമില്ല, സാറിൻ്റെ റൂമിൽ നല്ല തണുപ്പുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, പോയി ഞാൻ കിടക്കില്ല. എനിക്ക് പറ്റത്തില്ല സംഭവം. എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ പറയുന്നത് പേടിയുണ്ട്. പലർക്കും പേടിയുണ്ട്. ഒരാൾ നടന്നു പോകുമ്പം ഇരുട്ടത്ത് ആരെങ്കിലും മുമ്പ് ചാടുന്നു, ബോന്ന് കാണിച്ചാൽ മതി, എല്ലാവരും പേടിക്കും. പേടിയുള്ള സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഈ പേടിയിലെ തിയേറ്ററിൽ നമ്മൾ വലിയൊരു ഇപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ വേറെയാണ്. ഒരു സൗണ്ട് നമ്മൾ ഒരു നട്ടിലുണ്ടാവും, ആരയില്ലാത്ത അത് ഉറപ്പാണ്. പേടിയല്ല. ഞാൻ ഒന്നാമത് കുട്ടിക്കാലം തൊട്ട് തന്നെ വീട്ടിൽ ഭക്ഷണം തരുമ്പോൾ തന്നെ പറയാണ്, കഴിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാക്കി വരും, ഭൂതമ്മ എന്നെ പിടിക്കും, വേഗം കഴിക്കും. അവിടുന്ന് തുടങ്ങിയാണ് നമ്മുടെ പേടി. അവരവിടെ അങ്ങനെ പഠിക്കും. പിന്നെ ഞാൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെയൊക്കെ പെറ്റായിരുന്നു. ഹോളിഡേയ്സിലൊക്കെ ചെല്ലുമ്പോൾ ഇവർ ഈ പേടിപ്പിക്കുന്നവർ. അങ്ങനെ നിൻ്റെ അടുത്തൊന്നും ചുണ്ണാമ്പ് പിടിക്കും, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇട്ടിരുന്നു. നീ ചുണ്ണാമ്പ് കൊടുക്കും, നിന്നെ പിടിക്കും. പിന്നെ പിറ്റേന്ന് കാലത്ത് പനിയുടെ താഴെ നിൻ്റെ തലമുടിയും ഈ അസ്ഥിയും മാത്രമേ കാണും, ബാക്കി മുഴുവൻ യക്ഷി കഴിച്ചിരിക്കും. സന്ധ്യ കഴിഞ്ഞ് വെളി ഇറങ്ങാൻ വയ്യ, കളിക്കാൻ പോകുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി 5:30 മുമ്പ് വീട്ടിൽ കയറും. പേടി. ഈ പേടിയിലൂടെയൊക്കെ ഞാൻ ജീവിച്ചപ്പോൾ ഈ പടത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത് പറയുന്നുണ്ട്, ഒരു വേറെ സിറ്റുവേഷൻ സിനിമ ആണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ബേസിക്കലി എന്താ പറയുക, ഭയങ്കര പേടിത്തൊണ്ടനാണ്. ഇവരൊക്കെ പറയാം പേടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, പേടിയില്ലാത്തവരാരുമില്ല, പേടിയില്ല എന്ന് പറയുന്നത്. ഞാനൊരു ഹോട്ടലിൽ ദുബായിൽ പോകുന്നു, എൻ്റെ 16ാമത്തെ നില ഞാൻ താമസിക്കുന്നത്. രാത്രി എന്തോ വന്നു വർക്കെല്ലാം കഴിഞ്ഞാൽ 1 മണിയായി. ഞാൻ വന്ന് കയറി ഒരു 3 നില നമ്മൾ ലിഫ്റ്റ് നിൽക്കുന്നു. തുറക്കുമ്പോൾ ഒരു സൂട്ടൊക്കെ ഇട്ടൊരു കറുത്ത് തടിച്ചൊരു നീക്കിരും നിൽക്കുന്നു. ഞാൻ അല്ലാതെ അയാൾ നേരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നേരെ ഈ ലിഫ്റ്റിൽ എൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ എൻ്റെ കഴുത്ത് ഞെക്കിക്കൊല്ലോ, അതോ കുത്തിക്കൊല്ലോ, അതോ എൻ്റെ കഴുത്ത് വലിച്ചോടിക്കോ? ഞാൻ ദൈവമേ 16 ആവണേ എന്ന്. അയാളൊന്നും ചെയ്യില്ല, അയാൾ 15 പറഞ്ഞു. പക്ഷേ എൻ്റെ അത്രയും നേരത്തെ ട്രാവലിംഗ് ഉണ്ടല്ലോ, പേടിയായിരുന്നു. അപ്പം രാവിച്ചേട്ടന് ഇത് എനിക്കിഷ്ടമായി. ആ പേടിയുള്ള ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കിട്ടണം. ചില ഡയലോഗ് അടിക്കുമ്പോൾ ഒരാൾ നേരിട്ട് വരുന്നു, നമ്മുടെ തുടക്കാൻ വരുന്ന എന്താ അവിടെയൊക്കെ ധൈര്യമുണ്ട് നമുക്ക്. ഈ ഇരുട്ട് ഈ പേടിപ്പിക്കാൻ വരുന്നതുകൊണ്ട് നമ്മൾ അവൻ്റെ തേറ്റുമുട്ടാനും പിടിക്കാനും തയ്യാറാണ്. പക്ഷെ നടന്നു പോകുമ്പോൾ ഇവൻ തലവഴി വെള്ളം മുന്നിട്ട് എന്ന് പറഞ്ഞ് മുമ്പ് വന്നാൽ ഞാൻ വീണ്ടും പോകണം. അത് വേറെ കാര്യം. അത് നമ്മുടെയൊക്കെ ഉപബോധം മനസ്സിലുണ്ട്. ഇപ്പം എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പ്രയാസം വെച്ചിരുന്ന എനിക്ക് എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതൊക്കെ കെട്ടുകഥകൾ എന്നൊക്കെ പറയും. അതേസമയം ഹൊററിനെ നമ്മൾ നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് പ്രത്യേകിച്ച് ചെയ്യാൻ നന്നായി. ഉദാഹരണം നമ്മൾ ഈ ഭ്രമയോഗം ഒക്കെ പടം കണ്ടില്ല, മമ്മൂട്ടിയൊക്കെ വിളിച്ചു, ഇത് നല്ല പടമാണ്. അതിനകത്ത് ഈ പറഞ്ഞ യക്ഷിയുണ്ട്, ഒരു സീനിലൊക്കെ ബിഗിനിങ്ങിലുണ്ട്, നല്ല രസം, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ലേ. ഈ പടത്തിനെ സംബന്ധിച്ചോളം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസാണ്. അതായത് ഇടിപെട്ട് മ്യൂസിക്കും റീ റെക്കോർഡിങ്ങും ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് പടം ചെയ്തത്. ഞാൻ അനന്തപത്രം 2005 എടുക്കുമ്പോഴത്തേക്ക് അന്ന് ഇവിടെ CG ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഒരു ഷോട്ട് മാത്രമേ ഇവിടെ മദ്രാസ് കൊണ്ടുവന്ന് ഭീകരമായ പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു മറ്റേ ആ ലാസ്റ്റിൽ ഇത് കാണിക്കുമ്പം
നാഗമാണിക്യം കാണിക്കുമ്പോൾ ഒരു വെളിച്ചം. നാഗമാണിക്യം കാണിക്കാൻ പാടില്ല എന്നുള്ളത് അന്നേ സന്തോഷം പറഞ്ഞു. അത് നമ്മൾ കാണിക്കണ്ടേ ഡയറക്റ്റായിട്ട്. മറ്റേ തെലുങ്ക് സിനിമയിലെ കാണിക്കുന്നത് ഒരു റേസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ പോയിസൻ്റെ ഒക്കെ ഒരു കളർ സന്തോഷം പറഞ്ഞ വയലറ്റ് കളറിൻ്റെ ഒരു കളർ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു ഒരു വയലറ്റ് ലൈറ്റിംഗ് കൊടുത്തു. പുള്ളി ഒരു മാജിക്കിൻ്റെ ആളാണല്ലോ ലൈറ്റിങ്ങിലും ഫോട്ടോഗ്രാഫിയിലൊക്കെ. അത്ഭുതം ഞാൻ കണ്ടിട്ടുള്ള അത്ഭുത ക്യാമറമാണ്. അപ്പോൾ അത് അന്ന് എടുത്തത്. അപ്പോൾ അന്നത്തുള്ളതിനേക്കാളും ടെക്നിക്കലി നമ്മൾ അന്ന് ഡ്രോൺ ഇല്ല. അന്ന് ജിബാണ് ഇങ്ങനെ വന്നിട്ട് മനേരെ അകത്തൂടെ വന്ന് മുകളിലോട്ടൊക്കെ ഒരു 4 കെട്ടിനകത്തുണ്ട്. ഇപ്പം ഡ്രോണുണ്ട്, കാര്യങ്ങളുണ്ട്, ക്യാമറ ഏറ്റവും കൂടിയ ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ലോ ലൈറ്റിൽ വരെ ഷൂട്ട് ചെയ്യാന്നുള്ള എക്സ്പെൻസീവ് ക്യാമറ, സൗണ്ട് സിസ്റ്റം അല്ല. അപ്പം അങ്ങനെ പടം കിടിലമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സംസാരത്തിൽ നിന്നുമുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ ചോദിക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ പല രൂപത്തിലുള്ള യക്ഷികളെ നമ്മളുണ്ട്. ഇതിൽ വേറെ ന്യൂജൻ ഒരു സംഭവം പിടിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ പഴയ കാലം യക്ഷികളിലേക്കല്ല പോകുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിലേക്കുള്ള യക്ഷിയും ഇത് വെച്ച് നോക്കുമ്പോൾ പഴയകാല യക്ഷിയും ഇപ്പോഴത്തെ യക്ഷിയും വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം? നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഭയങ്കര ഭീകരതയുള്ളൊരു മുഖം. ഇപ്പോൾ ഞാൻ പണ്ട് മഹാരാഷ്ട്രയിലായിരുന്നപ്പോഴത്തേക്കും ദോ ഗസ് ജമീൻ കെ നീച്ചെ, ബന്ദർവാസ എന്നൊക്കെ പറയും. ബന്ദർവാസൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹൊറർ പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പൂച്ചക്കണ്ണൊക്കെ വെച്ച് ലെൻസ് വെച്ചിട്ട് മുടിയൊക്കെ ഷേവ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര രൂപമാണ് ഒരു മേക്കപ്പിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെയായിരുന്നു പോസ്റ്റർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ പേടിക്കാൻ പറ്റും, നമുക്കിത് കാണണം എന്നൊക്കെയുള്ളൊരു സാധനം വരും. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് സിറ്റുവേഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ നടക്കാത്തൊരു സാധനങ്ങളും കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫീഡ് ചെയ്യുമല്ല. നമ്മളിപ്പം യക്ഷി ഉണ്ടെന്നോ പ്രേതം ഉണ്ടെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇതാ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കൊച്ചിലെ നമുക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെയോ. അത് ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കാം, കൂട്ടുകാരുടെ നിന്നായിരിക്കാം. ആ ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഇത് പോകുന്നത്. പോർച്ചുഗലിൽ മൈസൂർ എന്നൊരു പടത്തിന് പോയി, പോർച്ചുഗലിൽ ഷൂട്ടിങ്. അപ്പോൾ അവിടെ ഒരു കോട്ട പോലെയൊക്കെയുള്ള ഒരു ഹോട്ടലിന് മുമ്പ് നിർത്തുന്നു. പോർച്ചുഗലിൽ തന്നെ കുറച്ച് ഉള്ളിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ റിസപ്ഷൻ എവിടെയാണെങ്കിൽ അപ്പുറത്ത് 2 ശവകുടീരങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് 400-500 വർഷം മുമ്പ് ഈ കൊട്ടാരത്തിൻ്റെ രാജാവ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യ ഈ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കുക, അവരും മരിച്ചു. അപ്പോൾ 2 പേരും ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അതോടെ എൻ്റെ ഗ്യാസ് കയറുന്നു. ഈ സിനിമ എനിക്ക് വീട്ടിൽ പോയത് ഇവിടെയാണല്ലോ ഞാൻ താമസിക്കേണ്ടത്. ഈ 2 ശവകുടീരനെ കിടന്ന് അങ്ങനെ കീ വാങ്ങിച്ച് ഞാൻ റൂമിൽ കിടന്നിട്ട് എനിക്ക് നല്ല തണുപ്പാണ്, എനിക്ക് ഉറക്കമേ വരുന്നില്ല, എനിക്ക് പേടിയുണ്ട്, കൈ കലം. ഞാൻ വിചാരിച്ചൊന്ന് മനോജ് കേജ് എൻ്റെ മുറിയിൽ പോയി കിടക്കാം. അതാണ് വഴി. ഞാൻ എൻ്റെ റൂം തുറന്നിട്ട് അടുത്ത റൂമാണ് മനോജ് എൻ്റെ, കുറച്ച് ദൂരം നടന്ന് ഒരു അവിടെയാണ് പോയി. ഞാൻ എൻ്റെ റൂം തുറന്നിട്ട് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു രൂപം, ഒരു മഫളർ ഇട്ടുണ്ട്, ചാടി. ഞാൻ കിണിപ്പോയി, മരിക്കേണ്ടവനാണ് ഞാൻ ആ സമയത്ത്. ആ പേടി ഇങ്ങനെ പേടി പോലും നോക്കുമ്പോൾ മനോജ് കേജ് അയാൾ പേടിച്ചിട്ട് എൻ്റെ മുറി വരാനായിട്ട് വലിയ കുഴപ്പം. അത് പറ്റിയെന്ന് വെച്ചാൽ ഞാനും പേടിച്ചിട്ട് ഞാൻ രാജചേട്ടൻ്റെ മുറിയിലോട്ട് വരാമായിരുന്നു. രാജചേട്ടൻ വരുന്നതാണിട്ട് പെട്ടെന്ന് അയാൾ തമാശയായിട്ടൊക്കെ അയാൾ രാജചേട്ടനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലാനായിട്ടാണ് അയാൾ സൈഡിൽ നിന്നത്. 2 പേടിയ ആൾക്കാർ. അയ്യോ, ഞാൻ ഒന്നും പ്രാർത്ഥിച്ചു അവിടുത്തെ ഷൂട്ടിംഗ് തീർന്ന് എത്രയും പെട്ടെന്ന് പോകണം. അങ്ങനെ അനുഭവങ്ങൾ ഭയങ്കരമാണല്ലോ അല്ലേ? സംഭവങ്ങളാണ് പേടിപ്പിക്കുന്ന സംഭവം. അതെ. അല്ല, ഈ സിനിമ സബ്ജക്റ്റ് ഈ സിനിമ ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതാണല്ലോ ഇപ്പൊ പറയാൻ പറ്റുന്നല്ലേ? അതാ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഈ സബ്ജക്ട് കേട്ടപ്പോഴും ഉണ്ടായല്ലോ. ഇനി വേറെ സംഭവമാണ്. നമ്മുടെ അക്കരെ എന്നൊരു മരം ഷൂട്ട് ചെയ്യുമ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ ചെറിയ പ്രേതശല്യം അന്ന് ഉണ്ടെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അക്കരെ എന്നൊരു മരം എന്ന് പറയുന്നത് വേണ്ട 85-ലാണ് ഷൂട്ട് ചെയ്തത്. അതിൽ മേനകയുണ്ട്, സുരേഷ് കുമാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ നെടുപടിവാണും ഞാനുമാണ് ഒരു മുറിയിൽ. അന്ന് അങ്ങനെയാണ് 2 പേരൊക്കെ ഒരു മുറിയിൽ കിടക്കും. അന്ന് വേണം എന്തോ കാര്യത്തിന് എന്തോ പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. വെളിയിൽ ചെറിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ണാടി ജനലിൽ കൂടെ ആര് പാസ് ചെയ്താലും കാണും. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ടക്ക് 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 എന്ന് റൂമിൽ തട്ടുന്നു. അന്ന് വെള്ളിയാഴ്ചയാണ് ഈ പറഞ്ഞ കഥയിൽ അതും കൂടെ ഒത്തു വന്നിട്ടുണ്ട്. വന്നിട്ടിങ്ങനെ ഞാൻ പതുക്കെ ജനലിനടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ രായിച്ചേട്ടാ, ഞാൻ ഈ പ്രേതം എൻ്റെ പേര് റെസ്പെക്റ്റ് എങ്ങനെ. ഞാനിങ്ങനെ ഡോർ വന്നപ്പോണ്ട് വെള്ള സാരി, വെള്ള ബ്ലൗസ്, മുടി ഫ്രംപിട്ടുണ്ട്. പിന്നെയും രായിച്ചേട്ടാ, ഞാൻ എൻ്റെ സപ്തനാട്ടിൽ പിന്നെ എനിക്ക് മനസ്സിൽ തോന്നി രായിച്ചേട്ടാ എന്ന് വിളിക്കും പ്രേതങ്ങളെ. മുടി മാറ്റിയപ്പോഴല്ല, മേനക, നമ്മുടെ മേനക, ഈ സുരേഷ് കുമാർ എല്ലാം കൂടെ ചേർന്ന് രാത്രി എന്നെ 10 മണിയൊക്കെ ആയുള്ളൂ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്.
പിന്നെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ യക്ഷിയെ സുരേഷ് കുമാർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അനുഭവങ്ങള് ഇവരൊക്കെ ഒരു അനുഭവങ്ങൾ കേട്ടിരിക്കാന്നല്ലേ. ഈ ഇപ്പോഴത്തെ ഒന്നും ഇപ്പൊ സൈജുവിനാണ് അത്ര അനുഭവങ്ങൾക്ക് വലുതല്ല, ഇവരുടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അനുഭവമാ. ചുമ്മാ ഇരുന്ന് സംസാരിച്ചാൽ മതി, മണിക്കൂറുകളും സംസാരിച്ചാൽ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങള്. ഈ പേടിയുടെ കാരണം ഇപ്പൊ ഇരുട്ട് പേടി എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്താണ് ഇരുട്ട് അല്ലെ. നിങ്ങളുടെ ഒരു സിനിമ തന്നെ ഇരുട്ടിൽ പേടിയുള്ള സിനിമയായിരുന്നു നമ്മൾ ചെയ്തത്. ഇരുട്ട് പൊതുവെ പേടിയുണ്ട് എല്ലാവരും, ആരില്ല എന്ന് പറഞ്ഞാലും പേടിയുണ്ട്. നമ്മൾ വീട്ടിലൊന്ന് കറണ്ട് പോട്ടെ, ആരാ പേടിക്കാത്ത? പെട്ടെന്ന് ശബ്ദം കേട്ടിരുന്നാൽ പേടിക്കില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ. ഒന്നും വേണ്ട, നമ്മളൊരു വഴിയിൽ കൂടെ നടന്നു പോകുന്ന രാത്രി ഒരു അപരിചിതൻ വെറുതെ ആവശ്യം നമ്മുടെ പറയുമായിരുന്നു, അയാൾക്കവിടെ പോകാനുള്ളതാണ്. നമുക്ക് സംശയമാണ് ഇയാൾ എന്തിനും നമ്മൾ തിരിഞ്ഞപ്പോൾ ഇയാളും തിരിഞ്ഞല്ല, അയ്യോ മനസ്സിൽ അത് ഉടലെടുക്കുന്നു. മനസ്സിൽ വരും, ആ ചിന്താഗതി വരും. ഇല്ല എന്ന് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മോളെ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാ? ഞാനിപ്പോ ചോദിച്ചപ്പോ ഒരു നട്ടില്ല, മോളെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ. അല്ല, എനിക്ക് ഇരുട്ട് പേടിയാ, പാമ്പ് പേടിയാ, എനിക്ക് എല്ലാവരും അച്ഛനെ മാത്രം പേടിയില്ല അല്ലേ? മനുഷ്യരെന്ന് പറയുമ്പോ കള്ളന്മാരെ പേടിയാണ്. പിന്നെ ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുമല്ലോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ, അങ്ങനൊക്കെ പേടിയാണ്. അങ്ങനെയൊക്കെ പേടിയുണ്ട്. ഈ സിനിമയില് ലൊക്കേഷനിൽ വെച്ച് ഏറ്റവും പേടിയുള്ള ആരെയായിരുന്നു? ലൊക്കേഷനുള്ള സിനിമയിലേക്ക് വെച്ച് ഇത് പറഞ്ഞാൽ ഞാൻ സിനിമ സ്പോയിൽ ചെയ്യും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് വിട്ട് ലൊക്കേഷനിൽ ആരെയായിരുന്നു പേടി എന്നുള്ളത്? അതന്നെ, ലൊക്കേഷനിലുള്ള ആള് സിനിമയിലുള്ള ആളായതുകൊണ്ട് ഞാൻ ആളുടെ ക്യാരക്ടർ പറഞ്ഞ പിന്നെ പേടിയാണ്. പിന്നെ നമ്മള് സസ്പെൻസ് പൊളിക്കും. എങ്ങനെയുണ്ട് മിടുക്കി? നമ്മളാണെങ്കിൽ അറിയാതെ ഇങ്ങനെയൊക്കെ വില്ലന്മാരെ ചോദിക്കുമ്പോൾ പറഞ്ഞു പോകും. അതാണ് അവർ ആദ്യമേ പറഞ്ഞത്, ചോദിക്കുന്ന ചോദ്യങ്ങളെ കൊള്ളാം, പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ആ സസ്പെൻസ് എടുക്കാൻ നോക്കി കിട്ടൂല. ഓള് സ്കൂളിലൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഈ ഇപ്പൊ രാജേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മോക്ക്? കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കഥകൾ ഉണ്ടാക്കി പറയും. ഇങ്ങനെ എന്താണ്, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കണ്ടിരുന്നു, എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ട് പേടിച്ചു പോയി എന്നറിയോ എന്നൊക്കെ പറയും. അങ്ങനെ വെറുതെ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഉള്ളു. ഈ അച്ഛൻ എന്ന കഥാപാത്രം രണ്ടാമത്തിനുള്ള അച്ഛനിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം എന്താണ് ഈ സിനിമയില്? സിനിമയില് ക്യാരക്ടറായിട്ടാണോ അതോ? ക്യാരക്ടറായിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിന്റെ പേര് മിന്ന എന്നാണ്. അപ്പൊ മിന്നയ്ക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉടനെ തന്നെ മിന്ന പോയി ചോദിക്കുന്നത് മിന്നയുടെ അച്ഛൻ്റെ അടുത്താണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിന്നയ്ക്ക് ഫ്രീ ആയിട്ട് പോയി ചോദിക്കാൻ പറ്റുന്ന ഒരാൾ മിന്നയുടെ അച്ഛനാണ്. മിന്നയുടെ അച്ഛനാണ്. നമ്മുടെ ഒറിജിനൽ അച്ഛൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറില്ലേ? ഒത്തിരി സംശയങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ? സംശയങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും, ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയും, ഓക്കെ അച്ഛൻ ഇന്നതൊക്കെ നടന്നു. പക്ഷെ അച്ഛനിപ്പോൾ വീട്ടിൽ പോയി, കാരണം അച്ഛന് എന്താണ് അച്ഛൻ്റെ കമ്പനിയിലേക്ക് പോകണം ഒരു അത്യാവശ്യത്തിന്. അപ്പൊ അമ്മ വന്നു. അമ്മയുടെ അടുത്താണ് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത്, അച്ഛൻ്റെ അടുത്താണ് ചോദിക്കാറുള്ളത്? രണ്ടുപേരുടെ അടുത്തും. ഏറ്റവും കൂടുതൽ മറുപടി തരുന്ന ആരാണ്? ചോദ്യം മാത്രമല്ല, മറുപടിയും കിട്ടണമല്ലോ. രണ്ടുപേരും ഒന്നും വിട്ടുതരില്ല അല്ലേ? ഇല്ല. വേറെ സംഭവം പറയില്ല, പേടി കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞില്ല, ആലോചിച്ചു കിട്ടിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത്, കവടിയാർ ഒരു വീടിൻ്റെ അടുത്ത് ഒരാൾ ടയറിട ആത്മഹത്യ ചെയ്തു. ഞാൻ അതൊരു പോകുമ്പോൾ പുള്ളി തൂങ്ങി നിൽക്കുന്നു. ഞാൻ പേടിച്ചു, എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്നെ സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ട് കണ്ട് പുള്ളി തൂങ്ങിച്ചതാണ്. ശരി, ഞാൻ പാവം നല്ല മനുഷ്യൻ പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് രാത്രി 10:30 മണിക്ക് ഞാൻ അവിടെ പോയിട്ട് വണ്ടിയിൽ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള ഇറക്കത്തിൽ പോകുമ്പോൾ അയാൾ നേരെ സ്കൂട്ടറിൽ ഓപ്പോസിറ്റ്. ഞാൻ കാറിനകത്താണ്. ഞാൻ നോക്കുമ്പോൾ അയാൾ എന്നെ നോക്കി ചിരിക്കുകയും കൊടുത്തു. എൻ്റെ ദൈവമേ, മരിച്ചു ഒരു സ്കൂട്ടർ പഠിക്കുന്നത്. ഞാൻ ആകെ തകർന്നിട്ട് അന്ന് രാത്രി മുഴുവൻ ഞാൻ കിടന്നാണ്, ഇത് എങ്ങനെ സംഭവിച്ചു? 10:30 മണി, അവർക്ക് 12 കഴിഞ്ഞല്ലേ ഇറങ്ങാൻ ടൈം. എന്താണ് ഞാൻ ആകെ പേടിച്ച് വിഷമിച്ചു. പിറ്റേ ദിവസം എനിക്ക് നേരം വെളുത്താൽ മതി ആ കടയിൽ പോകണം. ഞാൻ കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് പോയി, ഞാൻ മറ്റേ ഇദ്ദേഹം നാളെ മരിച്ചു പോയില്ലേ സംഭവം? മരിച്ചു പോയില്ലേ സംഭവം. ഞാൻ ഇന്നലെ രാത്രി ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി, ഞാൻ പേടിച്ചു, അത് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ അണ്ണാ എന്ന് വിളിക്കുമ്പോൾ അയാൾ അകത്തുനിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ വീണ്ടും കിടങ്ങി, ഞാൻ ഇതെന്ത് പറ്റി? ഞാൻ അന്ന് ഇവിടെ കണ്ടതല്ലേ. അവർ ട്വിൻസ് ആയിരുന്നു. ഇദ്ദേഹം മരിച്ചപ്പോൾ നാഗർകോവിലെ ബ്രാഞ്ച് ക്ലോസ് ചെയ്തിട്ട് പുള്ളി ഇവിടെ വന്നത്. ഒരാളെ കൊല്ലം ഇതുപോലെ സ്കൂട്ടറിൽ വരുന്നത് നടന്നാണ്. എന്നാലും ചോദിക്കുക, ഇങ്ങനെയുള്ളൂ ഇതിൻ്റെ പുറകിലെ റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ.
പക്ഷെ കാണുന്നവന് ആ സമയത്ത് ഒരു ഭയം ഉണ്ടല്ലോ, ഭയങ്കര. ഇനി വേറെ ഒന്നുമുണ്ട്, ഞാൻ മീശ പിടിച്ചിട്ട് യക്ഷിയായിട്ട് അഭിനയിച്ച പടമുണ്ട്, അരവമണി സാറിൻ്റെ പടം, നമ്മുടെ സുരേഷ്. വെള്ളിയാഴ്ച തോറും എനിക്കിവിടെ ചില പൂജകൾ ചെയ്യണ ഒരു പാട്ട്, വെള്ള സാരി ബ്ലൗസ്, ഞാനും ജഗദീഷും മുകേഷും കൂടെ ട്രോളിയിൽ പോകുന്നു, പുകയൊക്കെ ഇട്ട് യക്ഷിയായിട്ടും അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരു തെങ്ങും തോപ്പിന്റെ ട്രിവാൻഡ്രത്ത് തന്നെ എടുത്തത്. മറ്റേ പേടിയുള്ള കഥാപാത്രം നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഈ പേടിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതെ. ഈ രാജേട്ടാ, ഈ ഓരോ സിനിമകളിൽ നിന്നും ഓരോ കഥാപാത്രം, ഒത്തിരി സിനിമകളായല്ലേ. രാജേട്ടൻ എന്നും മനസ്സിൽ ഇഷ്ടപ്പെട്ട് ഓർത്ത് വെക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്ന് ചിലപ്പോൾ പറയും, പക്ഷെ എങ്കിലും ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ. അല്ല, എന്നാലും ഞാൻ പറയുന്നത് എനിക്കൊരു എന്താ ഒരു സിനിമയിലേക്ക് ഒരു എല്ലാം ആയത് മണിയമ്പിള്ള എന്നുള്ള സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ പേരും കൂടെ എൻ്റെ കൂടെ വന്നു. അത് വെച്ചിട്ടാണ് പിന്നെ ബാക്കി സിനിമയായിട്ട് ജീവിക്കുന്നതും സിനിമ എടുത്തതും ഞാൻ ഇവിടം വരെ വന്ന് നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിനെ മറന്ന് വേറൊരു കഥാപാത്രത്തിനെ പറയുന്നത് തികച്ചും നന്ദികേടായിരിക്കും. അത് തന്നെയാണല്ലേ, സത്യം. അത് തന്നെയാണ് ഇന്ന് വരെയും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. അത് സൂക്ഷിക്കണമല്ലോ, മരണം വരെ. ഇപ്പം സിനിമകൾ എത്രയാന്ന് ചോദിച്ചില്ല, ഇപ്പം പുതിയ സിനിമയിലേക്ക് പോയിരിക്കുകയാണ്, ആ ലുക്കിലാണ് ഇരിക്കുന്നത്. അതെ, ലാലേട്ടനും നിങ്ങൾ ഒരാഴ്ചേട്ടനും അഭിനയിക്കാൻ 12 വർഷത്തിന് ശേഷം മറ്റാന്ന് എനിക്ക് തോന്നുന്നു. 13 വർഷമായി. 13 വർഷം ഞാനാണ് അഭിനയിച്ചത്. അതാണ് ലാസ്റ്റ് അഭിനയിച്ച ഒരു 13. ശോഭന അഭിനയിച്ചിട്ട് 19 വർഷമായി. അത് പിന്നെ പോട്ടെ, അവര് ഞാനൊക്കെ എന്നും മോഹൻലാലിന് മെസ്സേജ് അയക്കും, ഫ്രണ്ട്ഷിപ്പാണ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ടേക്ക് ഓഫ് ടൈമിലുള്ള യാതന ഉണ്ടല്ലോ, അന്ന് നമ്മൾ ഓരോ വീടുകളിലും ആൽബമായിട്ട് പോയി കഴിയുന്നത് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് തരണം. അതിൻ്റെ തിത്താനും വേറെ അങ്ങനെയാണ് തമ്പി സാറിൻ്റെ അവിടെ വന്നതും കിട്ടി വന്നത്. പക്ഷെ ഞാൻ മണിയമ്പിള്ളയൊക്കെ വന്നതിന് ശേഷം ഒന്നും അനക്കം വെച്ചതിന് ശേഷം പിന്നെ ഇന്നേ വരെ ഒരു മനുഷ്യർക്കും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. കാര്യം ഞാൻ അഭിനയിക്കും, ഇതാണ് എൻ്റെ റേറ്റ് എന്ന് അവർക്കറിയാം. ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കുമല്ലോ. അവരെന്നെ വിളിക്കാതിരിക്കുന്നത് അത് എന്നെ അതിനകത്ത് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെക്കാളും ബെറ്ററായിട്ട് വേറെ ഒരുപാട് പേരുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെനിക്ക് പരാതിയില്ല, ഒന്നുമില്ല. അതാണ് ഇപ്പോഴും ഈ തരുൺമൂർത്തി എന്ന പടത്തിൽ ഉഗ്രൻ റോളാണ്, ത്രൂ ഔട്ട് മോഹൻലാലിനോട് വരുന്ന റോളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. മോഹൻലാലിന് പറഞ്ഞ മോഹൻലാൽ 13 വർഷം എവിടെ ഞാൻ എനിക്കിരുന്ന് ചുമ്മാ ചിന്തിക്കാൻ സമയമുണ്ട്, നിങ്ങൾക്കതില്ല. നിങ്ങൾ അങ്ങനെ ഓരോ നിമിഷവും പിന്നെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കാര്യം. ഈ രാജേട്ടൻ പറഞ്ഞു ചോദിക്കാറില്ല എന്ന് പറഞ്ഞു, എങ്കിലും ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ ആഴത്തുള്ള ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം ഒത്തിരി പടം നിർമ്മിച്ചിട്ടുണ്ട്, അദ്ദേഹം കമ്പനി, അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്താണ് എന്നെ വിളിക്കാത്തതെന്നൊരു ചിന്താഗതിയെല്ലാം വന്നിരുന്നു മനസ്സിൽ? ഞാൻ അതങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ സിനിമ എടുക്കുമ്പോഴത്തേക്കും, എൻ്റെ എല്ലാ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡയറക്ടർക്ക് പറയുന്ന സംഭവമുണ്ട്. ഈ പടം വരെ ഗൂ എന്നുള്ള സിനിമ ഞാൻ എൻ്റെ ഡയറക്ടർക്ക് പറയും, ഇതെൻ്റെ സ്വന്തം പടമാണ്, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്, എനിക്ക് വേഷമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു സീനെങ്കിലും നിങ്ങൾ കുഞ്ഞന് കൊടുത്തിരിക്കണം, ഞങ്ങൾ അത്ര ഫ്രണ്ട്സാണ് 1978. ഇനി അഥവാ ഒരു സീനേ ഉള്ളെങ്കിൽ എന്നെ കട്ട് ചെയ്യുക നിങ്ങൾ അങ്ങനെ, ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ, കുഞ്ഞന് കൊടുക്കണമെന്നാണ്. അത് എല്ലാ പടത്തിലും ഞാൻ വലിച്ചിട്ടുണ്ട്. മഹേഷും മാരുതി ഒരു പടത്തിൽ മാത്രം പുള്ളിക്ക് അന്ന് തിരക്കായോണ്ടോ അതിൽ ഏതാണ്ട് ബുദ്ധിമുട്ടാണെന്നോ മാറിയാണ്, ബാക്കി എല്ലാ പടത്തിലുണ്ട്. അതൊരു വല്ലാത്തൊരു ആത്മബന്ധമാണല്ലേ? ആത്മബന്ധമാണ്. ഞാൻ 1977 കോടമ്പക്കത്ത് ഉമ്മാലോജിൽ ചാൻസിന് വേണ്ടി ഒന്ന് താമസിക്കുമ്പോൾ കൊച്ചിൻ അനീഫ അപ്പുറത്ത് കമ്മൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞന് അനീഫ എന്നെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. പുള്ളി എൻ്റെ അടുത്ത് പറയും, നമ്മുടെ RS പ്രഭുവിൻ്റെ പടത്തിൽ ഒരു ജോലിക്കാരൻ്റെ വേഷമുണ്ട്, എന്നെ വിളിച്ചതാണ്, പക്ഷെ ഞാൻ മൈസൂർ പോകുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ പറ്റും. രാജു എന്നല്ല, സുധീർ പോയി ചെയ്യും, അന്ന് വിളിക്കുന്നതാണ്. സുധീർ പോയി ചെയ്യും, ഒരു 100 രൂപ 150 രൂപ അത്രയും ആയില്ലേ. അങ്ങനെ ഞാൻ അത് പോയി ചെയ്തിട്ടുണ്ട്. അന്നത്തെ അങ്ങനെയായിരുന്നു റേറ്റ്, 100, 150, 250. ആദ്യം ഒരു 4 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1000 രൂപ മാളിക പണി എന്നുള്ളൊരു പടത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞിനെ ലൊക്കേഷൻ വിട്ടിരുമ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഇന്നൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വരും, അപ്പോൾ അവിടുന്ന് തനിക്ക് നന്നായിട്ട് ചേരും തോന്നുന്ന ഒരു ബനിയൻ വാങ്ങിച്ചോണ്ടിരും, ഒരു ബനിയൻ, എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയമല്ല, ഒരു ബനിയൻ വാങ്ങിച്ചോണ്ടിരും. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, ഇപ്പം കുഞ്ഞൻ കല്യാണം കഴിക്കുന്നത് ഒരു ഏപ്രിൽ 27 മെയ് 28 ഞാൻ മെയ് 27, ഒരു മാസം ഡിഫറൻസാണ്. അപ്പോൾ ഇപ്പോഴും കുഞ്ഞൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും, ഞാൻ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അലംഭാവെല്ലാം കാണിച്ചാൽ എൻ്റെ വൈഫ്, അച്ഛനും മറ്റു വേറെ സഹോദരി സഹോദരനല്ല, ഒറ്റ മോളാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് കുഞ്ഞൻ്റെ വിളിക്കും, കുഞ്ചേട്ട അല്ലെങ്കിൽ ശോഭ ചേച്ചി എന്ന് വിളിച്ച് പറയും. അതുപോലെ അവിടെയും ഇതാണ്, അവർക്ക് 2 പെൺമക്കൾ, നമുക്ക് 2 ആൺമക്കൾ. ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട് സിനിമയിൽ. വളരെ ചുരുക്കമാണ്, പക്ഷെ ഉള്ളത് ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കും. അതെ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതൊരു അല്ലേ, ഇതെന്ന് വെച്ചാൽ ഇപ്പം രാജേട്ടൻ ചാൻസ് ചോദിച്ചു പോകാറില്ല, പക്ഷെ അദ്ദേഹം വെക്കുന്ന ഒരു അതാണ് കേട്ടോ. ഇപ്പം എൻ്റെ എല്ലാ സിനിമയിലും ഇദ്ദേഹം വേണം, കുഞ്ചൻ ചേട്ടൻ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെയും ചിന്തിക്കുന്നുണ്ടോ? മാർക്കറ്റ് മറ്റേ അടുക്കി വിളിക്കുമെന്ന് പറയുന്നു. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഓർമ്മയില്ല, എനിക്ക് പറ്റാത്ത വേഷം കുഞ്ചൻ പറഞ്ഞിട്ട് ആ സീന് പോയി ചെയ്യണം.
ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, നമ്മൾ അത് നടക്കില്ല. നടക്കില്ല, ഞാനും പറയില്ല. അപ്പോൾ പറയാൻ പറ്റില്ലാത്തൊരു കാലമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതൊക്കെയാണ് എനിക്ക് അന്നത്തെ. ഞാൻ പറയാം, എനിക്ക് എന്താ പറയുക, പരാതി ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഒരു കസിൻ വരുമെന്ന്, രാജു ഒന്ന് സംസാരിക്കണം. പുള്ളി ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? എനിക്ക് ലാലേട്ടൻ്റെ ഒരു കഥ പറയണം. നമ്മൾ നിങ്ങൾ വന്ന സമയം ബെസ്റ്റാണ്. പുള്ളി ഇവിടെ ഗോൾഫ് ലിങ്സിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. വാ വണ്ടി കയറ്റുന്നു. അവിടെ ഹലോ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ട് ചെയ്തു. ഞാൻ ചെന്ന് ലാലിനെ പരിചയപ്പെടുത്തും. ഞാൻ നല്ലൊരു കഥയുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ലാലിന് അതിനെന്താ അവിടെ ഇരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലാല് കേൾക്കാറുണ്ട്. എന്ത് ഇതിൻ്റെ പടത്തിൻ്റെ തന്നെ ആദ്യത്തെ നറേഷനും നിങ്ങൾ ട്രെയിലറിലും കേട്ടിരിക്കും. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നും വിളിക്കും കാര്യം. അന്നും അങ്ങനെ തന്നെ. അപ്പോൾ ലാലിൻ്റെ ഞാൻ പറഞ്ഞു കഥ കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ ഷാജി കൈലാസിൻ്റെ പടത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമാണ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ അത് ഉടനെ ഒരു യൂണിഫോമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു. പിന്നെ ആ ആൾ പോയിട്ട് ആ പടം പൃഥ്വിരാജിനെ വെച്ച് ഇൻസ്പെക്ടറായിട്ട് ചെയ്ത് ഹിറ്റായി. പിന്നെ അതിന് ശേഷം അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. മോഹൻലാലിനെ വെച്ച് തന്നെ ദൃശ്യം 1, ദൃശ്യം 2 ഒക്കെ ചെയ്തതാണ് ജിത്തു ജോസഫ്. ഇത്രയും പടമായി. എന്നെ മോഹൻലാലിനെ കൊണ്ട് പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞാൽ അയാളുടെ ചാൻസ് നിന്നിട്ടില്ല. ഞാൻ അയാളുടെ ചോദിക്കാനും പോയിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൻ്റെ വേഷം വരുമ്പോൾ വിളിക്കുമായിരിക്കും. അല്ലാതെ ഞാൻ അയാളെ ശത്രുവായിട്ട് കാണുക, അയാളെ കാണുമ്പം എന്നാൽ പിന്നെ വന്നിട്ടുണ്ട് എന്നില്ല. അയാളെ കാണുമ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പടത്തിലും പുള്ളി വിളിച്ചിട്ടില്ല. അന്ന് ആദ്യ കാലത്ത് ചാൻസ് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഹരിഹരൻ സാറിൻ്റെ അടുത്താണ്. ഹരിഹരൻ സാറെന്ന് വെച്ചാൽ അന്ന് ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ കോമഡി പടങ്ങൾ എടുക്കുന്ന ആളല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പടത്തിലും ചാൻസ് തന്നിട്ടില്ല. പക്ഷേ എന്നെ എവിടെ വെച്ചിട്ടുണ്ടല്ലോ വലിയ കാര്യമാണ്. രാജു ഒന്ന് തോളി കേട്ട് ഞാൻ അയാളുടെ മറ്റേ പടം കണ്ടു. നമ്പൂരി വേഷം, ഭാഷ ഒക്കെ നന്നായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. പിൽക്കാലത്ത് ഞാൻ ഇടയ്ക്ക് ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞു ഇനി സാറിന് എന്നെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അന്ന് ഇറങ്ങിയ പടം പഴശ്ശിരാജയാണ്. അതിനകത്ത് 1000 പടന്മാരുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്കൊരു വേഷം തരായിരുന്നു. അദ്ദേഹം തരൂല്ലെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടത്തോടെ എന്നെ കാണുന്ന സന്തോഷം. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഡയറക്ടറില്ലേ, അദ്ദേഹത്തിൻ്റെ പോലും എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. പക്ഷെ പരാതികളില്ല എന്നുള്ളത് സത്യമാണ് രാജേട്ടൻ പറയുന്നത്. സങ്കടമുണ്ട്. അതാണ് അവിടെ ആ വാക്കുകളിൽ നിന്നും ഉണ്ട്. സങ്കടമുണ്ട്, ഉറപ്പായിട്ടും വാക്കുകളിൽ നിന്നും ഉണ്ട്. ഇപ്പൊ ജിത്തു സാറിന്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ വാക്കുകളിലുണ്ടത് സങ്കടം മനസ്സിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഇല്ല. ഞാൻ പറഞ്ഞ അതല്ല, നമ്മൾ സിനിമയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അതിൻ്റെ മറുസൈഡിലുള്ള ഒരു അർത്ഥം കിടക്കുന്നത് വെച്ചാൽ സിനിമയിൽ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ ചെയ്യും എന്നുള്ള അല്ലാതെ നമ്മളെ ഇപ്പം അയാൾ വിളിച്ചു കളയും അടുത്ത പടത്തിൽ ഒന്നും വിചാരിക്കുകയും ചെയ്തത്. എന്തിനു വെറുതെ വിളിച്ചാൽ നമുക്ക് വിഷമം വരും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെന്തിന് ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എൻ്റെ മോൻ നിരക്ക് എന്നെ തീർച്ചയായിട്ടും വഴക്ക് പറയും. അച്ഛൻ ഈ വായി മുച്ചനുമുണ്ട്, അവളെ ചെന്ന് ജിത്തു ജോസഫിന്റെ കാര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പടത്തിൽ ഒന്ന് ഇല്ലാതാക്കിയില്ലേ, അച്ഛൻ ഇല്ലാതാക്കിയില്ലേ, എന്നെ കൂടെ വിളിക്കുന്നതല്ല അച്ഛൻ ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഞാനത് ബോധമില്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനം, എനിക്ക് സുഖമായിട്ട് വേണം, വേറെ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ വേറെ കാര്യമുണ്ടോ, അദ്ദേഹം ചെയ്ത എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉഗ്രം, താങ്ക് യു ചേട്ടാന്ന് പറയും. എല്ലാ പടവും ഉഗ്രം പടങ്ങളാണല്ലോ, നേര് വരെ എല്ലാ പടവും കണ്ടിട്ട് അന്ന് ഞാൻ വിളിക്കും. ഇത് മാത്രമല്ല, എനിക്ക് ഏത് ഡയറക്ടർ പടം കണ്ടാലും പരിചയമില്ലെങ്കിലും ഞാൻ ഡയറക്ടർ നമ്പർ എടുത്ത് വിളിക്കും. നന്നായിരിക്കും കേട്ടോ, കാര്യം നമ്മുടെ ഒരു അപ്രീസിയേഷനാണ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു മണിയില്ല കേട്ടോ, അതില്ല, പേരിലേ ഉള്ളൂ മണിയമ്പിള്ള, മണിയടിയില്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജേട്ടൻ പറയുമ്പോഴും അത് തന്നെയാണ്. രാജേട്ടൻ ഇപ്പോഴും വീണ്ടും അത് ആവർത്തിക്കും. രാജേട്ടൻ ഏറ്റവും ആഗ്രഹിച്ച ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ. ജിത്തു സാറിന്റെ കൂടെ ഏറ്റവും ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവരെ സംസാരിച്ച് അല്ലേ? അതെ, ചിലപ്പോൾ അങ്ങനെ മനസ്സിലായി എനിക്ക് ഒരു ക്യാരക്ടർ വരാത്തോണ്ടായിരിക്കാം, അല്ല ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ അത് തന്നെ അല്ലേ? അത് ഞാൻ എടുത്തു വെക്കുമ്പോൾ അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത് ഹെഡിങ് വെച്ചൊക്കെ അടിക്കുകയും ചെയ്യാം എല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്, ഹൃദയം. അല്ല അങ്ങനെ ചീത്ത പറയോ ഞാനാണ് ഒന്നും പറയുന്നില്ല. നമ്മുടെ ആഗ്രഹമാണ് ഉണ്ടാവും, ഉണ്ടാകട്ടെ, അതൊക്കെ ഉണ്ടാകും, പോയി ചെയ്യും. അല്ലാതെ എന്നെ വിളിച്ചില്ല ഇത്രയും നാൾ ഒന്നുമില്ല, ഇപ്പം പോയി ചെയ്യും. സാറേ അതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സംസാരിക്കാൻ, നമുക്ക് രാജേട്ടന്റെ സംസാരം കേൾക്കാനാ പ്രിയമായ അല്ലെ? ഇങ്ങനെ ചില സ്ഥലങ്ങൾ ആളുകൾ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ക്യാരവൻ ഇല്ലാത്ത കാലത്ത് വന്നവരാണ്. നമ്മളെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഇതുപോലെ തമാശകൾ പറയും. ഈ ചെയ്ത സീനുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ചെയ്യും, നീ വരുമ്പോൾ ഞാൻ വേറൊരു ഡയലോഗ് പറയട്ടെന്നിട്ട് ഞങ്ങൾ ആ ഷോട്ടില്ലാത്ത പിന്നെ ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്, തമാശ പറയും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മോഹൻലാൽ തന്നെ പറയും മറ്റേ നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ രസകരമായ. ഇപ്പം അവരവരുടെ വർക്ക് കഴിഞ്ഞാൽ അവരൊരു ക്യാരവനിൽ പോകും, പിന്നെ ഫ്രഷ് ആയിട്ട് അടുത്ത ഷോട്ടിനാണ് വരുന്നത്.
നമ്മൾ ഈ പടത്തിൽ നിങ്ങൾ നോക്കണം, ഈ ദേവനന്ദരുടെ വേറെ 3-4 ചിമ്മിട്ട് പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് പടം കാണുന്നത് മനസ്സിലാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 5 ദിവസം വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പിൽ ദേവനന്ദല്ലേ ഞാനും എല്ലാവരും കൂടെ ബോണ്ടാകാൻ ആ വർക്ക്ഷോപ്പ്. അതിനകത്ത് ഇവരെല്ലാം കസിൻസ് ഇല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കസിൻസ് ഒക്കെയാണ്. ഇവർ നിരഞ്ജും എല്ലാം കൂടെ അവിടെ വന്ന് അങ്ങ് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇവർക്കൊരു ആക്ടിങ് ക്ലാസ് കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി, രാവിലെ ഷൂട്ടിംഗ് റെഡി എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അപ്പോഴേ ഫ്രണ്ട്സാണ്. അത് ഞാൻ പറയുന്നത് ഒരു ഭയങ്കര രസമായിരുന്നു. നമുക്ക് മനസ്സിനുള്ള കുഞ്ഞൊരു പേടിയുണ്ട്, എല്ലാവരും ഒറ്റയ്ക്ക് പോയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്നേ ഇരിക്കുള്ളൂ എപ്പോഴും. ഭയങ്കര കമ്പനി ആയിപ്പോ അത്ര. അതുകൊണ്ട് പടത്തിൽ അവരുടെ പെർഫോമൻസ് കാണാൻ ഇവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ എത്രയോ കൊല്ലമായിട്ട് ഒത്തിരി വ്യത്യാസം വരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും മാറ്റുമ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ക്യാരവാൻ വേണം, നിർബന്ധമായ കാലഘട്ടമാണ്. മൊബൈൽ ഫോട്ടോയും കാര്യങ്ങളും അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഷൂട്ടിംഗ് മുമ്പ് അടുത്തൊരു വീട്ടിൽ പോയിട്ടാണ് ലേഡീസ് ഡ്രസ്സ് മാറുന്നത്. അടുത്തൊരു വീടിന്റെ പെർമിഷൻ. ഇപ്പൊ എന്ത് ധൈര്യത്തിൽ നമ്മൾ കൂടെയുള്ള ലേഡീസിനെ വിടും. ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ മുറിയിലാണ് ക്യാമറ വെച്ചേക്കെന്ന് അറിയില്ല. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ 2 ക്യാമറ വയ്ക്കും. ഇപ്പുറത്തുനിന്ന് സാറ്റുറേഷൻ കൂടെ വെക്കണം, ഫാഷനും കൂടെ കിട്ടണമല്ലോ. ഫാഷനും കൂടെ കിട്ടാൻ ബാക്കിൽ നിന്ന് കിട്ടണം വയ്ക്കും. അപ്പോൾ വളരെ റിസ്ക് ആണത്. അപ്പോൾ ക്യാരവനിലാകുമ്പോൾ പിന്നെ ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമേ ഉള്ളൂ. ഇയാളെ ചോദിന് 25 കിലോമീറ്റർ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ട ആർട്ടിസ്റ്റിനെ. അയാൾ അവിടെ കിടന്നോളൂ, അയാൾക്ക് അവിടെ മേക്കപ്പ് ചെയ്യാം, അയാൾക്ക് അടിക്കടി ടോയ്ലറ്റിൽ പോകണം എന്നുള്ളവരൊക്കെ ഉണ്ട്. അതിനകത്ത് പോകാം, സൗകര്യമുണ്ട്. ക്യാരവൻ പണ്ടേ ഉണ്ട്, മറ്റേ ഹിന്ദി സിനിമയിലും ബോളിവുഡിലൊക്കെ. ഇവിടെയാണ് നമുക്ക് ലാസ്റ്റിൽ വന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇനി അതിനുള്ള പണിപ്പുരയിലാണ് ഞാൻ. അതെ, സൂപ്പർ ഹിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. പടം കണ്ടിട്ട് നിങ്ങൾ അന്തം വിട്ട് ഞങ്ങളെ വിളിക്കുകയും ചെയ്യും. ദേവനത്തെ മാത്രം വിളിക്കല്, മാത്രമായിട്ട് ഒതുക്കളയില് രൈജുവിനും പിന്നെ എന്നെയും വിളിക്കണം. ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ രാജോട്ടെ ഞാൻ വിളിച്ചിട്ടില്ലേ? രാജോട്ടൻ പ്രൊഡ്യൂസർ സിനിമ കണ്ട് നമ്മൾ ആ സിനിമ ഇങ്ങനെയാണ്, എന്തെങ്കിലും പോരായ്മയുണ്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടില്ലേ? നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ കഥകൾ ഇനി വേറെ സംഭവമുണ്ട്. നിങ്ങൾ ഗൂഗിൾ അഭിനയിക്കാത്തത് നന്നായി. ഗൂവിനകത്ത് ഒരു കൊറിയർ ബോയുടെ ഒരു സീക്വൻസ് ഉണ്ട്. അവൻ ഭയന്ന് പോണതും കാര്യങ്ങളാണ് സാധനം വരുന്നത്. ആ സീനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പടത്തിന്റെ ഒരു സംഭവം വരാതെ മാച്ച് ആവുന്നിട്ട് കട്ട് ചെയ്ത്. അങ്ങനെ വല്ല നിങ്ങളെ ഇട്ട് അഭിനയിപ്പിച്ചിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കസേര ഉണ്ടാവും. അല്ല, വേറെ കാര്യം, എന്നെ വിളിച്ചതാണ് കേട്ടോ. സത്യമാണ്, വിളിച്ചാണ്. അപ്പൊ ആ സമയത്ത് തിരക്കെന്ന് വരാതെ എന്നെ വിളിച്ചതാണ്. ഇങ്ങനെ ഇന്റർവ്യൂ നടക്കും. അത് ഈ കട്ട് ചെയ്യണ സീനാണ് വിളിച്ചിരുന്നത്. അല്ലല്ല, ആ സീനാണ് വിളിച്ചിരുന്നത്. അത് നമുക്ക് അറിഞ്ഞോടല്ല കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. കട്ട് ചെയ്ത് പോയി. ദൈവം കാത്ത് പോയായിരുന്നു. നിങ്ങളെ നാട്ടുകാരത്തൊക്കെ പറഞ്ഞ് ഒരു ടിക്കറ്റ് എടുത്തെന്ന് കയറുമ്പോ ആ സീനില്ല. നമ്മളൊരു പടം എഡിറ്റിംഗ് ടേബിൾ വരുമ്പോ നോക്കൂല. അതെ, തീർച്ചയായിട്ടും. ഇത് തിയേറ്ററിൽ എഡിറ്റിംഗിലൊന്നും വളരെ മസ്റ്റായിട്ടിരിക്കുന്ന സ്ഥലം. ഞാൻ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഇന്റർഫിയർ ചെയ്യാറുണ്ട്, നിൽക്കാറുണ്ട്. ഈ ഡയറക്ഷൻ ചെല്ലുമ്പോൾ ക്യാമറ അങ്ങോട്ട് മാറ്റി ഒന്നും പറയാൻ ഞാൻ പോകത്തില്ല. അത് അവരെ ഇഷ്ടം, ആ ഏരിയയിൽ ഞാൻ പോകത്തില്ല. പക്ഷെ എഡിറ്റിംഗ് റൂമിൽ വരുന്നത് ഞാൻ നോക്കും. ഈ സീൻ ലാഗാണ്, ഈ പറഞ്ഞ സീക്വൻസ് മുഷീനാണ്, നമ്മൾ പറയുന്നൊരു വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അപ്പൊ നിങ്ങൾ വന്ന് ഇങ്ങനെ ആകെ കട്ട് ചെയ്ത് പോയെങ്കിൽ എന്ത് ചെയ്യാൻ? നിങ്ങൾ എന്നെ വച്ചേക്കോ? അല്ല, അടിയും നടന്നേനെ. അടി തന്നെയല്ല, മണിയമ്പിള്ളേർ അതിന് പീഡനത്തിനകത്താക്കും താമസിയാതെ എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കൊടുക്കും. ഞാനീ പറയുന്നതിൽ ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞ തമാശ കണ്ടി തമാശ കിടന്ന ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കേൾക്കുന്ന തമാശയാണ്. ഇതൊന്നും അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നമില്ല ചേട്ടാ. ഒരു കാര്യം കൂടി ചോദിച്ച അവസ്ഥയാണ്, ഈ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ചല്ലോ. പുള്ളി വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് പോലെ കഥ പറഞ്ഞല്ലോ. പക്ഷെ സ്ക്രിപ്റ്റുകൾ മോഷണം പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പം ബുദ്ധിയുള്ള ഇവരൊക്കെ ചെയ്യിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്ന് സ്ക്രിപ്റ്റ് എഴുതിയോ അന്ന് തന്നെ ഇവരത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എടുത്തിട്ട് എൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അറിയാൻ സംഭവം. പിന്നെ ഈ പണ്ടത്തെ മാതിരി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു നാൾ വരുന്നുള്ള പടത്തിന് ആരോ കൊണ്ടുവന്ന് എൻ്റെ കഥയാണെന്ന് പറഞ്ഞു. അന്നൊരു സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കോടതിയിൽ പോയിട്ട് സ്റ്റേ മാറി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു പടം വന്നു കഴിഞ്ഞാൽ കോടതി പറയും അതിൻ്റെ കളക്ഷൻ വന്നോട്ടെ, പിന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് പറയും. ഒരു പടം ഇറങ്ങുന്ന തലേദിവസമൊക്കെ ഫേസ്ബുക്കിൽ, താങ്കൾ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാം. പടം ഇറങ്ങുന്ന തലേദിവസം ഇത് എൻ്റെ കഥയാണെന്ന് ഫേസ്ബുക്കിൽ എടുത്തു, അത് പിന്നീട് ചർച്ചയാകപ്പെടുന്നു, അത് പ്രൊഡ്യൂസറിന് ഭീകര നഷ്ടമുണ്ടാകുന്നു. അല്ലെങ്കിൽ ആ ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ അത് നേരെ കോടതിയിൽ പോകുന്നതിന് പകരം അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത്? അല്ല, അത് ചിലർ അങ്ങനെയുള്ളൊരു വെയിറ്റ് ചെയ്യും. കഥ ശരിക്കും പോയിട്ടുള്ളൊരു വെയിറ്റ് ചെയ്യും. ഈ റിലീസിൻ്റെ തലേന്ന് കൊണ്ടുവന്നിട്ട് കൊങ്ങയ്ക്ക് പിടിക്കും, കാശ് വാങ്ങിക്കാനുള്ള പരിപാടി. അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയും, കോടതിക്കും അറിയാം സംഭവങ്ങൾ. നമ്മൾ കാര്യമില്ല. ഇതൊന്നും കഥ മോട്ടിക്കേണ്ട ഒരു അങ്ങനെ ഒരു വലിയ സംഭവം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി. ബാറോസിൻ്റെ കഥയല്ല നമ്മൾ മോട്ടിച്ചുകൊണ്ട് പോയത്. നമുക്കങ്ങനെ മോഷണമൊന്നും പരിപാടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും കഥ കേൾക്കത്തില്ല. അതിൽ ചിലർ ഞാൻ മൊബൈലിൽ അയക്കട്ടെ എന്ന് ചോദിക്കും. നമ്മൾ വേണ്ട, ഞാൻ വായിക്കത്തില്ല എന്ന് പറയും. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനിപ്പോൾ ലൊക്കേഷൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ ക്യാരവാൻ കയറുമ്പോൾ ഒരാൾ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധമുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു കഥ കേട്ടു കേട്ടോ പറയും. നമ്മളെല്ലാവരും കഥ കേട്ടത് ഇങ്ങനെ ഉണ്ടാ രസം ഉണ്ടാ കഥ നമ്മളിങ്ങും. പക്ഷെ അവിടുന്ന് ചിലപ്പോൾ വേറെ പുറത്ത് പോകാം.
അപ്പൊ ഞാൻ നിങ്ങളുടെ ഫുൾ കഥ പറയാം. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ദ്രോഹിക്കാനല്ല, ഇഷ്ടപ്പെട്ടിട്ട് അങ്ങേരെ വിളിച്ച് പറയണം നല്ല കഥ ഒന്നൊരു കഥ കേട്ടോ. അതായത് ആദ്യം ഒരു വണ്ടി ഒന്ന് ഇറങ്ങണം, ഇത് ഫുൾ പറയും. അത് അങ്ങേര് കൊണ്ട് എഴുതി വെച്ച് നാളെ കേസ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നും പറഞ്ഞില്ല. അത് അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അതാണ് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റുകളിലെ മോശം. പിന്നെ തലേ ദിവസം അങ്ങനെയൊക്കെ പറയുമ്പോൾ കൊങ്ങയെ പിടിച്ച് വേറെ പൈസയ്ക്കാണ്ടുള്ള ഉദ്ദേശമാണ്. വേറെ ഉദ്ദേശമുള്ളൂ. പക്ഷെ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ മോളെ. നമുക്ക് ഈ സിനിമയുടെ 25, 50, 100-ാം ദിവസം ആഘോഷിക്കാൻ പറ്റണ മാളികപ്പുറം പറ്റി. എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് OTT കൊടുത്തെങ്കിലും നമ്മൾ 100-ാം ദിവസം ഓടിച്ച് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷം. അതുപോലെ ഇതും ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. രാജേട്ടാ സൂപ്പർ ഹിറ്റ് അടിക്കട്ടെ, നിങ്ങളുടെ നാക്ക് മഞ്ഞായിരിക്കട്ടെ, കൂടെ ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.